നമസ്കാരം. സിട്രോയിൻ എന്ന കമ്പനി 1919 ഉണ്ടാവുന്നത്. ഇന്ത്യയിലേക്ക് പക്ഷെ വന്ന ഏറ്റവും അവസാനത്തെ ഒരു കാർ മാനുഫാക്ചറായിട്ട് അല്ലെങ്കിൽ വാഹന നിർമ്മാതാവായിട്ട് മാറിയിരിക്കുകയാണ് സിട്രോയിൻ. സിട്രോയിൻ വന്ന സമയത്ത് പറഞ്ഞു എല്ലാ വർഷവും ഓരോ മോഡലുമായിട്ട് സിട്രോയിൻ വരുമെന്ന് പറഞ്ഞു. ആ ഒരു പ്രോമിസ് സിട്രോയിൻ നിലനിർത്തി. ആദ്യമേ C5 എയർക്രോസ് വന്നു, അതിനുശേഷം C3 വന്നു, C3യുടെ ഇലക്ട്രിക് വേർഷൻ വന്നു, അതിനുശേഷം C3 എയർക്രോസും വന്നു. ആൻഡ് ഫൈനലി 2024 പുതിയ സിട്രോയിൻ ബസോൾട്ടും ഇപ്പോൾ സിട്രോയിൻ ഇറക്കിയിരിക്കുകയാണ്. സോ ബസോൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ, ബസോൾട്ട് ഞാൻ ആദ്യം കാണുന്നത് ഇവർ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ ടീസർ പുറത്തുവിട്ട സമയത്താണ്. ആക്ച്വലി ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ആ ഒരു ഡിസൈനിൽ ഇന്ത്യയിൽ ഇതുവരെ ഒരു വാഹനവും ഉണ്ടായിട്ടില്ല. ഒരു നിർമ്മാതാവും ആ ഒരു കൂപ്പേ SUV സ്റ്റൈലിംഗ് ഒരു നിർമ്മാതാവും കൊണ്ടുവന്നിരുന്നില്ല. ആ ഒരു സമയത്താണ് സിട്രോയിൻ ബസാൾട്ട് എന്ന് പറയുന്ന ഈ വാഹനം ആ ഒരു സ്റ്റൈലിങ്ങിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഡിസൈൻ കാണിച്ചത്. എന്താണെങ്കിലും ഇപ്പോൾ പ്രൊഡക്ഷൻ രീതിയിൽ നമുക്ക് ആദ്യമായിട്ട് ബസോൾട്ട് നമുക്ക് ഡ്രൈവിന് കിട്ടിയിരിക്കുകയാണ്. ലുക്ക് വൈസ്, ഡിസൈൻ വൈസ് എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് എ ഡിഫറെൻറ്റ് കാർ. ഇറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. എന്താണെങ്കിലും സിട്രോയിൻ ഇത്രയും കാലവും വാഹനം ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്ലസ്സും മൈനസും ഉണ്ട്. അത് രണ്ടും വളരെ വളരെ ക്ലിയറുമാണ്. കാരണം പ്ലസ്സിൽ വന്നിരുന്നത് ഡെഫിനറ്റ്ലി അവരുടെ സസ്പെൻഷനാണ്, അവരുടെ എൻജിനാണ്, അവരുടെ ഗിയർ ബോക്സ് ആണ്. പക്ഷേ നെഗറ്റീവ് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണെന്നുള്ളൊരു കംപ്ലയിൻറ്റ് സിട്രോയിൻ്റെ വാഹനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിയാണ് ഇപ്പോൾ പുതിയ ബസോൾട്ട് സിട്രോയിൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. സിട്രോയിൻ്റെ ഒരു തനതായ ഒരു സ്റ്റൈലിംഗ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും മറ്റു വാഹനങ്ങളായിട്ട് നോക്കുമ്പോൾ ബസോൾട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ തനതായ ഒരു ഡബിൾ സ്ലാറ്റ്സ് സിട്രോയിൻ്റെ ഗ്രില്ല് തന്നെയുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് അല്ലെങ്കിൽ DRലേക്ക് കയറി നിൽക്കുന്ന അല്ലെങ്കിൽ മേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രില്ല് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ വൈ ഷേപ്ഡ് DRൽ വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നത് കംപ്ലീറ്റ്ലി LED ആണ്. നേരത്തെ ഉണ്ടായിരുന്നത് LED ഹെഡ്ലൈറ്റ് ഇല്ല എന്നൊരു കംപ്ലയിൻറ്റ് സിട്രോയിൻ്റെ വാഹനങ്ങളിൽ. C5 എയർക്രോസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 3 മോഡലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും അപ്ഡേറ്റഡ് വേർഷൻ ബാക്കി മോഡലും വന്നിട്ടുണ്ട്. ബസോൾട്ടിലും ഇപ്പോൾ നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്. DRൽ ഞാൻ പറഞ്ഞ പോലെ വൈ ഷേപ്ഡ് ആണ്. ഈ ഒരു ഭാഗം കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയാണ് വന്നിരിക്കുന്നത്. മറ്റു ഇപ്പം സിട്രോയിൻ്റെ വാഹനങ്ങളിൽ നോക്കിയാൽ ഫ്രണ്ടിൽ നിന്നൊരു ഡിസൈൻ എലമെൻറ്റ് സെയിം ആയിട്ട് വന്നാൽ പോലും ഈ ഒരു വ്യത്യാസം നമുക്ക് ബസോൾട്ടിലാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് താഴെ ഒരു ഫോഗ് ലാമ്പ് കിട്ടുന്നുണ്ട്. ഗ്രില്ലിൻ്റെ കംപ്ലീറ്റ് സ്റ്റൈലിങ്ങും എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു ക്രോമിൻ്റെ എലമെൻറ്റും നമുക്ക് ബസോൾട്ടിൽ കിട്ടുന്നതാണ്. സോ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളോട് കൂടി ആ ഒരു സിട്രോയിൻ്റെ തനതായ ഒരു സ്റ്റൈലിംഗ് കീപ്പ് ചെയ്തിട്ടാണ് ബസോൾട്ടിൻ്റെ ഫ്രണ്ട് വരുന്നത്. ബസോൾട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 4352 മില്ലിമീറ്ററാണ്. അതായത് 4.3 മീറ്റേഴ്സിലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ വീതി വരുന്നത് 1765 ഹൈറ്റ് വരുന്നത് 1593 മില്ലിമീറ്ററിലുമാണ്. വീൽ ബേസ് ആണ് ഇമ്പോർട്ടൻറ്റ്. 2651 മില്ലിമീറ്ററിൻ്റെ വീൽ ബേസ് ഉണ്ട്. അതായത് ഇൻറ്റീരിയർ സ്പേസിങ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓവറോൾ ലെങ്ത്ത് നമുക്ക് 4.35 മീറ്റേഴ്സ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇത്രയും ലെങ്ത് ഉള്ളൊരു വാഹനം എനിക്ക് തോന്നുന്നു ഈ ഡിസൈനിൽ തന്നെ വേറെ ഒന്നും വന്നിട്ടില്ല. സോ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് ബെസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ഒരു വാഹനം മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നുള്ളൂ. എന്താണെങ്കിലും 4.35 മീറ്റേഴ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ വീൽ ബേസ് ആണ്. വീൽ ബേസും നല്ല രീതിയിൽ വരുന്നുണ്ട്. വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസും നന്നായിട്ട് വരും. സോ എന്താണ് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഈ ഒരു റൂഫ് ലൈൻ നോക്കുന്ന ഒരു കൂപ്പേ ലൈക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിനെ SUV എന്നാണ് വിളിക്കുന്നത്. ഞാനതിനെ SUV എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിതൊരു കുറച്ചുകൂടി സെഡാൻ വിളിക്കാനാണ് ഇഷ്ടം. പക്ഷേ എന്താണെങ്കിലും ഇതിനെ ഇപ്പോൾ സിട്രോയിൻ വിളിക്കുന്നത് ഒരു കൂപ്പേ SUV എന്ന് തന്നെയാണ്. സോ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം കണ്ടു. ഇതിൻ്റെ വീലാർച്ച് കാണേണ്ടത് ആ ഒരു SUV എന്ന് വിളിക്കാനായിട്ടുള്ള വേറൊരു കാര്യം ഇതിൻ്റെ വീലാർച്ച് തന്നെയാണ്. കാരണം വീലാർച്ച് ഒരു സ്ക്വയർഡ് അപ്പ് വീലാർച്ചാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഗിവ്സ് എ വെരി SUV സ്റ്റൈലിംഗ്. ഈ ഒരു വീലാർച്ച് വരുമ്പോൾ 16-inch വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അലോയ്സ് ആണെങ്കിലും പുതിയ ഡിസൈനിൽ അലോയ് വീൽസ് വന്നിട്ടുണ്ട്. അതുപോലെ ഡോറിൻ്റെ ഈ ഒരു ഹാൻഡിൽ പലർക്കും പല അഭിപ്രായമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മോശം എന്ന് തോന്നിയിട്ടില്ല. ഈ ഒരു ഹാൻഡിൽ ഓക്കെയാണ് ഈ ഒരു സൈഡിൽ നിന്ന്. പക്ഷേ ആ സൈഡിൽ വരുമ്പോൾ ഒരു കീ ഹോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കീ ഇടാനുള്ള ഒരു സ്പേസ് വരുമ്പോൾ കുറച്ചൊരു പഴയതാണോ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ എന്താണെങ്കിലും ഇപ്പോൾ ORVM നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM ആണ് വരുന്നത്. നേരത്തെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM അല്ലായിരുന്നു എന്നുള്ളൊരു വലിയ പരാതിയാണ്. അപ്പോൾ അത് മാറി നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM വരുന്നത്. സോ അതൊക്കെയാണ് സ്റ്റൈലിങ്ങിൻ്റെ കാര്യം നോക്കുമ്പം നമുക്ക് സോൾട്ടിൽ വരുന്നത്. അതുപോലെ ഈ ഒരു എലമെൻറ്റും എല്ലാം വന്നപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയംനെസ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
സോ ഇതിൻ്റെ റിയറിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി, അല്ലെങ്കിൽ ഫ്രണ്ട് പോലെ തന്നെ, അല്ലെങ്കിൽ ഫ്രണ്ടിനേക്കാൾ ഭംഗി എനിക്ക് റിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ടെയിൽ ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു 3D ഇഫക്റ്റിൽ, അല്ലെങ്കിൽ 3D ടെയിൽ ലാമ്പാണ് വന്നത്. കംപ്ലീറ്റ്ലി LED 3D ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അതൊരു 3 ലെയറായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡിസൈൻ സിട്രോയിൻ്റെ ബാക്കി വാഹനങ്ങളും കണ്ടിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെ. എന്നാൽ ദിസ് ഈസ് ലുക്കിംഗ് നൈസ്, ഇറ്റ്സ് ബിഗ്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ടാഗ് ഡിസൈനിലും വന്നിട്ടുണ്ട്. ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് കൂപ്പേ വാഹനം കാണുന്ന ആ ഒരു സ്റ്റൈലിംഗ് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ട്. സിട്രോയിൻ്റെ വലിയൊരു ബാഡ്ജിങ്, അതുപോലെ ബസോൾട്ട് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്. പ്യുവർടെക് ഒരു എഞ്ചിനാണ്, 1.2 ടർബോ. ഇറ്റ്സ് ഗുഡ് എഞ്ചിൻ. ആ ഒരു ടർബോ എഞ്ചിൻ്റെ ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ ഭംഗിയാണ്. ഒരു കൂപ്പേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ഷാർക്ക് ഫിനാൻറ്റിന് സെൻസേഴ്സ്, ക്യാമറ എന്നിവയെല്ലാം ഇപ്പോൾ ബസോൾട്ടിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല 470 ലിറ്ററിൻ്റെ വലിയ ഒരു ബൂട്ട് സ്പേസും, അല്ലെങ്കിൽ ഒരു ബൂട്ട് ഏരിയയും നമുക്ക് കിട്ടുന്നുണ്ട്. 470 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ്. ബസോൾട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് കുറവുകൾ നികത്തിയിട്ടാണ് വന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ORVM തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മോഡൽസിൽ, അല്ലെങ്കിൽ നേരത്തെ അപ്ഡേഷന് മുമ്പ് ഒരു ORVM പോലും ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ORVM ആയിരുന്നു. എന്താണെങ്കിലും ഫൈനലി ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റു മോഡലിലും ഇപ്പോൾ ബസോൾട്ടിലും അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. എന്താണെങ്കിലും ബസോൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ, ബസോൾട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കും. 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. വൈറ്റ്, ഗ്രേ തന്നെ 2 ഗ്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്ലൂ, അതുപോലെ തന്നെ ഒരു റെഡ് കളർ, ഒരു ചെറി റെഡ് കളർ, അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ടോണിൽ നമുക്ക് 2 ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. സോ ഇനി നമുക്ക് കണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിലും ബസോൾട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബസോൾട്ടിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് തന്നെയാണ്. കാരണം ബസോൾട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് നേരത്തെ മറ്റു വാഹനങ്ങളിൽ സിട്രോയിൻ കൊടുത്തിരുന്ന ആ ഒരു ഫീച്ചർ ഇല്ല എന്നുള്ളൊരു ഫീല് ഇതിനകത്ത് ഇപ്പോൾ വരുന്നില്ല. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ ബസോൾട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇംപ്രഷൻ, ഇറ്റ് ഈസ് ഇംപ്രൂവ്ഡ്, ഇറ്റ് ഈസ് മച്ച് ബെറ്റർ. അല്ലെങ്കിൽ ബസോൾട്ടിലേക്ക് വന്നപ്പോൾ സിട്രോയിൻ്റെ ഒരു ഫേസ് തന്നെ മാറിയെന്ന് തോന്നാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആ സ്ക്രീൻ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് 10.25 ഇഞ്ചിൻ്റെ നേരത്തെയുള്ള സ്ക്രീൻ തന്നെ ഇപ്പോഴും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും നമുക്ക് 7 ഇഞ്ചിൻ്റെ TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ നമുക്ക് കാണുന്ന ആ 2 കാര്യങ്ങളും സെയിം തന്നെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് ലുക്ക് സെയിം, ദർ ഇസ് നോ ഡിഫറൻസ്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെൻറ്റർ കൺസോളിലേക്ക് വന്നപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾക്ക് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ബസോൾട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി AC-യുടെ കാര്യം പറഞ്ഞാൽ ഓട്ടോ AC ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് USB പോർട്ടും, ഇതൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പോൾ അവർ വലിയ കാര്യമായിട്ടൊന്നും വ്യത്യാസങ്ങൾ അതിനകത്ത് വരുത്തിയില്ലെങ്കിലും ഇപ്പോൾ അവിടെ ഒരു ആക്സസറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് C ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി യൂണിറ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റുമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെ ഇപ്പോൾ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് വയർലെസ് ചാർജിങ് ഇല്ലായിരുന്നു, വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹാൻഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റാണ്. അവിടെയും ഒരു ചെറിയ സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുണ്ട് സ്റ്റോറേജ് ഏരിയ. ഈ ഗിയറിൻ്റെ നോബിലാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായം വ്യത്യാസം സിട്രോയിനായിട്ടുള്ളത്. ഈ നോബിൻ്റെ അടിയിൽ ഒരു ഫ്രീ സ്പേസ് കാണുന്നുണ്ട്. അവിടെ ഒരു കവറിങ് എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രസീവായി ഇരുന്നേനെ. എന്താണെങ്കിലും ഗിയർ ബോക്സ് നമുക്ക് അറിയുന്ന പോലെ നല്ല 6 സ്പീഡ് ടോക്ക് കൺവേർട്ടറാണ്, നല്ല ഗിയർ ബോക്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ വരുന്നത് സീറ്റിൻ്റെ കാര്യമാണ്. സീറ്റ് ഒരു ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ സീറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ബ്യൂട്ടിഫുൾ സീറ്റ്സ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കംഫർട്ടബിൾ ആണ്. സ്പേസും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 സൈഡിലും നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും, സീറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം മാനുവലിൽ മാത്രമാണ് വരുന്നത്. ബസോൾട്ടിൽ ഇപ്പോൾ നമുക്ക് 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. വിൻഡോ നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സിട്രോയിൻ്റെ വാഹനങ്ങൾ അപ്ഡേഷന് മുമ്പ് വന്നിരുന്ന സെൻറ്ററിലായിരുന്നു അതിൻ്റെ പവർ വിൻഡോയുടെ കൺട്രോൾസ് വന്നിരുന്നത്. ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഡോറിൽ തന്നെ 4 ഡോറിൻ്റെയും കൺട്രോൾസ് ഉണ്ട്. അതുപോലെ എല്ലാ ഡോറിലും സിംഗിളായിട്ട്, അല്ലെങ്കിൽ എല്ലാ ഡോറിലും നമുക്കിപ്പോൾ ആ ഒരു കൺട്രോൾസ്, പവർ വിൻഡോയുടെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ORVM നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലോക്സും അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൽകുന്നത്. സോ ഫീച്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ മച്ച് ഇംപ്രൂവ്ഡ് ആണ് ബസോൾട്ടിലേക്ക് വരുമ്പോൾ സിട്രോയിൻ കൊടുത്തിരിക്കുന്നത്. സ്പേസിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല. നമുക്കിനി ബാക്ക് സീറ്റ് കാണാം. ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ ഈ സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലും കാണാത്ത കുറച്ച് കാര്യങ്ങൾ ബാക്ക് സീറ്റിലുണ്ട്. നമുക്ക് നോക്കാം. സോ ബാക്ക് സീറ്റ് സ്പേസ്, സിട്രോയിൻ ബസോൾട്ട് ബാക്ക് സീറ്റ് ഒരു കംഫർട്ടബിൾ സോൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇൻ എവറി വേ പോസിബിൾ എന്നുള്ളത് വേണം പറയാനായിട്ട്. ഒന്ന് അതിൻ്റെ സ്പേസാണ്.
ലെഗ് സ്പേസ് നല്ല രീതിയിലുണ്ട്. ഹെഡ് സ്പേസ് ഒരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് ഒരു സ്ലോപ്പിംഗ് റൂഫാണ്. അതിൻ്റെ മുട്ടൊന്നും ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ഒരു റൂഫിൻ്റെ സ്റ്റൈലിംഗ് ആണ്. ഇത്രയും ഒരു 6 feet ഒക്കെ പൊക്കം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടി വരും, ചെറുതായിട്ട് ടച്ച് ചെയ്യും. പക്ഷേ എന്നാൽ കുറ്റമായിട്ട് ഞാൻ പറയില്ല, കാരണം ഈ ഒരു ഡിസൈനാണത്. പക്ഷേ ലെഗ് സ്പേസ് നല്ല രീതിയിലുണ്ട്, ഇനിയും ലെഗ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇതുവരെ ഒരു വാഹനങ്ങളിലും ഒരു സെഗ്മെൻറ്റൽ വൈസ് നോക്കിയാൽ പോലും ഒരു വാഹനത്തിലും കണ്ടിട്ടില്ലാത്തൊരു കാര്യം, ഈ ഒരു നമ്മുടെ തായ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തായ് കുറച്ചും കൂടി സപ്പോർട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാല് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് താഴെ നമുക്ക് നിൽക്കുമെന്നുള്ളൊരു കാര്യമുണ്ട്. അത് പുതിയൊരു കാര്യമാണ്. 3 സ്റ്റെപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇത്രയും പൊക്കത്തിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് കുറച്ചും കൂടെ കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെൻറ്ററിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ്, അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുക്കും. സിട്രോയിൻ്റെ വാഹനങ്ങളിൽ നമുക്ക് നേരത്തെ കിട്ടാതിരുന്ന ഒരു കാര്യം, സെക്കൻഡ് റോയിൽ നമുക്കൊരു ബ്ലോവർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലോവർ കൊടുക്കുന്നത്. നമ്മൾ എയർ ക്രോസിൽ നമ്മൾ കണ്ടിട്ട് മുകളിലായിരുന്നു ഒരു ബ്ലോവർ സെക്കൻഡ് റോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ബ്ലോവറിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ എയർ ക്രോസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ബ്ലോവറിൻ്റെ ഒപ്പം നമുക്ക് ഈ താഴെയുള്ള ഈ ബ്ലോവർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബസോൾട്ടിൽ നമുക്ക് താഴെ AC ബ്ലോവർ കിട്ടുന്നുണ്ട്, താഴെ നമുക്ക് USB പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഹെഡ് റെസ്റ്റ് എടുത്തു പറയേണ്ട കാര്യം തന്നെ, ഹെഡ് റെസ്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് പല പൊസിഷനിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ സ്പേഷ്യസ് ആണ്, അത്യാവശ്യം കംഫർട്ട് എല്ലാം നമുക്ക് ബസോൾട്ടിൻ്റെ ബാക്ക് സീറ്റിൽ ലഭിക്കുന്നുണ്ട്. സിട്രോയിൻ ബസോൾട്ട് ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീല് പറയുന്നതിന് മുമ്പ് സിട്രോയിൻ വന്ന വഴിയൊന്ന് നോക്കാം. സിട്രോയിൻ ആദ്യം കൊണ്ടുവരുന്ന വാഹനം എന്ന് പറയുന്നത് C5 എയർക്രോസ് ആണ്. C5 എയർക്രോസ് ഓടിച്ചവർക്കും അതിൽ യാത്ര ചെയ്തവർക്കും എല്ലാം ഭയങ്കരമായി ഇഷ്ടമായ ഒരു വാഹനമാണ്. പക്ഷേ അവർ പാളിപ്പോയത് അതിൻ്റെ പ്രൈസിങ്ങിലായിരുന്നു. പ്രൈസ് കുറച്ചൊരു ഹെവിയർ സൈഡിലേക്കായി പോയത് കൊണ്ടാണ് ആ വാഹനം വർക്കൗട്ട് ആകാതിരുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്നാലും ആളുകൾ കുറച്ച് പേരൊക്കെ എടുത്തവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നൊരു 90% ആളുകളും C5 എയർക്രോസിൽ സന്തോഷവാന്മാരായിരുന്നു. അതിനുശേഷമാണ് അവർ മാർക്കറ്റിലേക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു വാഹനം വേണ്ട, അവരുടെ ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ വാഹനം ഇറക്കിയതെന്നൊക്കെ പറഞ്ഞ് അവർ വന്നത്. അതിനുശേഷമാണ് C3 വന്നത്. C3യും അതുപോലെ തന്നെ C3യുടെ ഇലക്ട്രിക് വേർഷനും C3 എയർക്രോസും വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം, ഇന്ത്യൻ മാർക്കറ്റിനെ അവർ പഠിക്കാതെയാണോ വന്നതെന്ന് വരെ സംശയിച്ച ആളുകളുണ്ട്. കാരണം അതിൻ്റെ ഡ്രൈവിലോ എൻജിനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗിയർ ബോക്സിലോ ഒന്നും അല്ല ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എൻജിൻ കംപ്ലയിൻറ്റുകളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബേസിക് ഫീച്ചേഴ്സ് പോലും ഇല്ലാതെയാണ് ആ വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രശ്നത്തിലായിരുന്നു സിട്രോയിൻ ഇതുവരെ. പക്ഷേ ഇപ്പോൾ ബസോൾട്ട് വന്നതോടുകൂടി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയാണ് അവർ കൊണ്ടുവരുന്നത്. അതിപ്പോൾ ഈവൻ അവരുടെ മറ്റു വാഹനങ്ങളിൽ പോലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ബേസിക് ഫീച്ചേഴ്സായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ബസോൾട്ടിനോടൊപ്പം തന്നെ മറ്റ് അവരുടെ വാഹനങ്ങളിലും വന്നു. ബസോൾട്ടിലേക്ക് വരുമ്പോൾ ഉള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബസോൾട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ അത് ബേസിക് ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞാൽ പോരാ, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, ഒരു ടർബോ എഞ്ചിൻ, 5 speed മാനുവൽ, അതുപോലെ തന്നെ 6 speed ടോർക്ക് കൺവേർട്ടർ, ഇങ്ങനെ എല്ലാ ഓപ്ഷനിലും ഒരുമിച്ച് തന്നെ ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബസോൾട്ടിനെ കൊണ്ടുവരുന്നത്. അതല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നൊരു സംഗതി. ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല, ആദ്യമേ നാച്ചുറൽ ആസ്പിറേറ്റഡ് മാത്രം വന്നു, പിന്നെ ടർബോ വന്നു. ഇങ്ങനെ ഒരുപാട് മാറിയാണ് ബാക്കി വാഹനങ്ങളൊക്കെ വന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക്. പക്ഷേ ബസോൾട്ടിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ്, ഇന്ത്യൻ മാർക്കറ്റിനെ അറിഞ്ഞിട്ടാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള എല്ലാം ആഡ് ചെയ്തിട്ട് വരുന്നു. അതിനോടൊപ്പം ബസോൾട്ടിന് മാത്രമല്ല സിട്രോയിൻ്റെ എല്ലാ വാഹനങ്ങളിലും അവർ എടുത്തു പറയുന്ന അവരുടെ ഫ്ലൈയിങ് കാർപ്പറ്റ് എഫക്റ്റ് ഉള്ള സസ്പെൻഷൻ, ഭയങ്കര ഒരു റൈഡ് ക്വാളിറ്റി തരുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷനാണ് മറ്റു വാഹനങ്ങൾ പോലെ തന്നെ ഇപ്പോൾ ബസോൾട്ടിനും കിട്ടുന്നത്. എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് പെട്രോൾ എഞ്ചിൻ മാത്രമായിരിക്കും വരുന്നത്. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ തന്നെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു 1.2 Gen 3 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വരുന്നുണ്ട്, പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് കൂടാതെ ഒരു 1.2 ടർബോ പെട്രോൾ എഞ്ചിൻ, പ്യുവർ ടെക് എന്ന് വിളിക്കുന്നവരുടെ ടർബോ പെട്രോൾ എഞ്ചിനും ഇപ്പോൾ നമുക്ക് ബസോൾട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഓപ്ഷൻസ് വരുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡിൽ ഒരു 5 speed മാനുവൽ മാത്രമായിരിക്കും കിട്ടുക. എന്നാൽ ആ ഒരു ടർബോയിലേക്ക് വരുന്നാൽ, ടർബോ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ, 1.2 ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 speed മാനുവൽ ഗിയർ ബോക്സും ഒരു 6 speed ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ലഭിക്കുന്നുണ്ട്. ബസോൾട്ടിൽ വരുന്ന 2 എഞ്ചിനും പെർഫോമൻസിന് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റിൻ്റെ ആദ്യമേ നമുക്ക് നോക്കാം. 1.2 നാച്ചുറലി ആസ്പിറേറ്റിൽ തരുന്ന
പവർ എന്ന് പറയുന്നത് 82 PS പവറാണ് തരുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്ന ടോർക്ക് എന്ന് പറയുന്നത് 115 Nm ടോർക്കും. ഇതിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമായിരിക്കും വരുക. എന്നാൽ മൈലേജ് വരുന്നത് 18 km/ലിറ്റർ ആണ് മൈലേജ് കമ്പനി പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 1.2 പ്യുവർ ടെക് എന്ന് പറയുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ കിട്ടും. ഒന്ന് 6 സ്പീഡ് മാനുവലുണ്ട്, ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഉണ്ട്. അതിൽ 6 സ്പീഡ് മാനുവലിൻ്റെ പവറും അതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ പവറും സെയിം തന്നെയാണെങ്കിൽ 110 PS പവർ നമുക്ക് രണ്ടിനും ലഭിക്കും. എന്നാൽ ടോർക്കിൽ വ്യത്യാസം വരും. അതിൻ്റെ മാനുവലിൻ്റെ ടോർക്ക് 190 Nm ടോർക്കേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഏകദേശം 205 Nm ടോർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു മാനുവലിലാണെങ്കിലും ഓട്ടോമാറ്റിക്കിലാണെങ്കിലും നല്ല രീതിയിലുള്ള മൈലേജും ലഭിക്കുന്നുണ്ട്. ഇപ്പം മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ആണ് വരുന്നത്. അതിൻ്റെ ടർബോയിൽ അതിൻ്റെ മൈലേജ് ഏകദേശം 19.5 km/ലിറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 18.7 km/ലിറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. എനിക്ക് ഈ ഒരു ഗോവയിലാണ് ഇപ്പോൾ നമ്മുടെ ഡ്രൈവ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം നോർമൽ റോഡ്സാണ്. നമ്മൾ ഗോവയിലെ വഴികളെല്ലാം അറിയാം, വളരെ ചെറിയ വഴികൾ, ഹൈവേ ഒന്നുമല്ല, ഒരു ടൗൺ പോലെ തന്നെ ഒരു urban ഡ്രൈവ് അല്ലെങ്കിൽ ഒരു സിറ്റി ഡ്രൈവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഗോവയിലെ വഴികളെല്ലാം. അവിടെ എനിക്ക് 16 ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഹൈവേയിലേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ ആ മൈലേജ് പറയാം. എന്നാൽ ഇപ്പോൾ ഒരു 16 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 18.7 എന്നൊക്കെ പറയുന്നത് ഒരു റിയലിസ്റ്റിക് ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ് ടു ദാറ്റ് ഒരു റിയലിസ്റ്റിക് ഫിഗർ ആയിട്ട് വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ വാഹനത്തിൽ ഇല്ലാതിരുന്ന 2-3 കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ORVMൻ്റെ ഒരു ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ORVM ഇല്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം AC കാര്യമാണ്. AC നേരത്തെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന AC ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളായി. പക്ഷെ വന്നപ്പോൾ ഞാൻ സാധാരണ ഒരു വാഹനത്തിൽ കാണുന്നതിൻ്റെ ലോവർ ടെമ്പറേച്ചർ ഒരു 18 അല്ലെങ്കിൽ ഒരു 16 വരെയൊക്കെയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടുന്നൊരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 24 ആണ്. എൻ്റെ നോർമൽ ഡ്രൈവിൽ ഒരു 24 ഡിഗ്രീസിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് ഞാനിങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. 24-ൽ ഞാൻ ഇട്ടെന്നാണ് ഓടിച്ചത്. പക്ഷെ താഴോട്ട് വരുമ്പം 18 അല്ല, 16 അല്ല, 14-ലും താഴെയാണ് മിനിമം ടെമ്പറേച്ചർ കിടക്കുന്നത്. അതായത് തരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചിൽഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അത് നന്നായിട്ട് തന്നെ സിട്രോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് കൂടെ അറിയാനായിട്ട് നമ്മൾ കുറച്ച് വഴിക്ക് കയറി പോവുകയാണ്. അതുപോലെ തന്നെ നല്ല കയറ്റമാണ്, നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല കയറ്റമാണ്. അപ്പോൾ ഈ കയറ്റത്തിൽ നമ്മൾ ഈ വാഹനത്തിന് ഒരു ലാഗോ അല്ലെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കാനാണ് നമ്മളിതിലെ വന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ആ കയറ്റത്തിലൊരു വണ്ടി കയറി വന്നപ്പോൾ നമ്മൾ നിർത്തുകയും ചെയ്തു. സോ അവിടുന്ന് എടുത്തപ്പോഴാണെങ്കിലും ദർ വാസ് നോ പ്രോബ്ലം. സോ പവർ അല്ലെങ്കിൽ ആ പെർഫോമൻസിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒന്നും ഒരു പ്രശ്നം നമുക്ക് അവിടെ ഒന്നും ഫീൽ ചെയ്തില്ല. കുറച്ച് ടേൺസും ഒക്കെ ഉള്ള ഒരു കയറ്റവും എല്ലാം ഉള്ള വഴിയിലൂടെ കയറി വന്നപ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ഫീല് വാസ് ഗുഡ്. ഈവൻ സസ്പെൻഷൻ സോഫ്റ്റ്വെയർ സൈഡിലാണെങ്കിൽ പോലും റൈഡും ഹാൻഡ്ലിങ്ങും ഗംഭീരമാണ്. ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ എൻജിൻ റെസ്പോൺസ്, ഗിയർ ബോക്സ് മീറ്റിംഗ് എല്ലാം ഇറ്റ്സ് പ്രോപ്പർ. എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് കാർ ടു ഡ്രൈവ്. കമ്പനി ഇതിൻ്റെ പെർഫോമൻസ് പറയുന്നത് 0 to 100 എത്താനെടുക്കുന്ന ടൈം പറയുന്നത് 9.95 seconds ആണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ നോക്കാം. എന്താണ് ഇതിനകത്ത് സ്പോർട്ട് മോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ മോഡ് മാത്രമാണുള്ളത്. എന്താണെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ഗോവയിൽ സാധാരണ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള വഴി കിട്ടാറില്ല. നമുക്കിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വഴി കിട്ടിയ വാഹനങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് 2 പശുക്കൾ നിൽപ്പുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി എടുക്കുന്നു. ലെറ്റ്സ് ട്രൈ. 0 ലെറ്റ്സ് സ്റ്റാർട്ട്. കമ്പനി പറഞ്ഞത് 0 to 100 എത്താനെടുത്ത ടൈം 9.95 seconds ആണ്. ദാറ്റ് ഈസ് 10 seconds എന്ന് നമുക്ക് വയ്ക്കാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ 10.5 seconds ആണ് നമുക്ക് എടുത്തത് 0 to 100 എത്താനെടുത്തത്. സേഫ്റ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് സിട്രോയിൻ സോൾട്ടിനെ ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് ഇപ്പം എയർ ബാഗ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് നമുക്ക് ബേസ് മോഡൽ തൊട്ട് അല്ലെങ്കിൽ എല്ലാ വേരിയൻറ്റിലും സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് തൊട്ട് നമുക്കിപ്പോൾ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ TPMS അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി നോംസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സോൾട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ്റെ ഒരു ഭംഗി കൂടാതെ ഇതിൻ്റെ ഡിസൈൻ കാരണം ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ ഡ്രൈവിലുണ്ട്. ഒന്ന് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സോ ഒരുവിധപ്പെട്ട അത്യാവശ്യം
മോശമായിട്ടുള്ള വഴിയിലൂടെ പോയാലൊന്നും അടിമുട്ടാനോ കാര്യങ്ങളൊന്നും സാധ്യതയില്ല. പക്ഷേ അത് കൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ, അതിൻ്റെ ഗ്രില്ലും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ബമ്പറും അങ്ങനെയുള്ള ആ ഡിസൈൻ എല്ലാം നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗും വളരെ കുറവാണ്. സോ ഓവറോൾ എയറോഡൈനാമിക്സിനെയും അതുപോലെ തന്നെ ഏത് മോശമായിട്ടുള്ള വഴിയിലൂടെ പോയാലും എല്ലാം ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു കൂപ്പേ ഡിസൈൻ കൂടാതെ. സിട്രോയിനിൽ അവരെപ്പോഴും എടുത്തു പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയാണ്. അത് ബസോൾട്ടിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. റൈഡ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. അതുപോലെ തന്നെ എഞ്ചിനാണെങ്കിലും ഗിയർ ബോക്സ് ആണെങ്കിലും ഇപ്പോൾ ഓട്ടോമാറ്റിക്കും എല്ലാം ഒറ്റയടിക്ക് തന്നെ വന്നു. അപ്പം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് തന്നെ ബസോൾട്ട് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഇത് കൂടാതെ ഉണ്ടായിരുന്ന ഒരു വലിയ കുറവ് അവർ നികത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഞാൻ പറയുന്നൊരു ഭയങ്കര ഹൈ എൻഡ് വാഹനം പോലെ ഫീച്ചേഴ്സ് ഫിൽഡൊന്നും അല്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലുണ്ട്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ പ്രൈസാണ്. ഈ ഒരു പ്രൈസ് ഫാക്ടർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നും ഇല്ല. കാരണം ഇതിൻ്റെ ഒരു സ്റ്റെലൻറ്റസ് എന്ന് പറയുന്ന അവരുടെ പേരൻറ്റ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് വലിയ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ജീപ്പ് ആണെങ്കിലും സിട്രോയിൻ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലുണ്ട്, മെസറാറ്റി, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്റ്റെലൻറ്റസ്. സോ അവരുടെ അണ്ടറിലാണ് സിട്രോയിനും വരുന്നത്. സോ എന്താണെങ്കിലും ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബേസിക് കാര്യങ്ങളും അതിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും സസ്പെൻഷനും എല്ലാം കൂടി ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല വാഹനമായിട്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ ആ പ്രൈസ് റേഞ്ച് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഊഹിക്കുന്ന അനുസരിച്ച് ഒരു 15 lakhs താഴെ ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഇതുവരെ ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ 15 lakhs താഴെ ആണെങ്കിൽ, ഓൺ റോഡ് കിട്ടുകയാണെങ്കിൽ ഈ വാഹനം ഒരു സൂപ്പർ സക്സസ് ആവാനാണ് സാധ്യത.